കിട്ടുന്നില്ല വാവേ. എന്ത് സാധനമാടാ നീ. ഹായ് ജാങ്കോ, ഞാൻ പെട്ട്. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മളുടെ വീട്ടിലെ ചെറിയ ചെറിയ കുട്ടി കുട്ടി വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ളതാണ്. അപ്പം എന്താണെന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എന്താ പറയുക, ഗീ ഉപ്പുമാവാണ്. പൊതുവേ എനിക്ക് ഉപ്പുമാവൊന്നും ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷേ വൺസ് ഞാനിങ്ങനെ ഉണ്ടാക്കി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം, എനിക്ക് മാത്രമല്ല സച്ചുവിനും ഉപ്പുമാവ് വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷേ വൺസ് ഇതുപോലെ ഉണ്ടാക്കിയതിന് ശേഷം ഞങ്ങൾക്ക് പൊതുവേ രണ്ടുപേർക്കും ഉപ്പുമാവ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇഷ്ടമാണ് കഴിക്കാൻ, കുറച്ചുകൂടി ഇഷ്ടമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ എപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കിയാലും ഇതുപോലെ ഗീ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ലാസ്റ്റ് ഇതുപോലെ ഒരു ഇച്ചിരി പഞ്ചസാരയും കൂടെ വെതറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഒരുപാടില്ല കേട്ടോ, ഇതിനകത്ത് ഒരുപാടായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഒരു ഇച്ചിരി ഞാൻ ഇട്ടിട്ടുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞായിരുന്നു. അതിനുശേഷം നമ്മൾ കുറച്ച് ഫാമിലി ടൈം ആയിരുന്നു. പൊതുവേ ഈ സമയത്തൊക്കെ ഇവിടെ നല്ല ചൂടാണ്. നല്ല ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ന്യൂസിലൊക്കെ കാണുമല്ലോ, UK ഭയങ്കര ചൂട് കൂടിയ സമയമാണിപ്പോൾ. അതുകൊണ്ട് തന്നെയും പുറത്ത് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ അതുകൊണ്ട് മടിച്ചിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ കുഞ്ഞിന് ചുമയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. ഹാരൂട്ടിനീ കിടന്ന് കരയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ സച്ചുവിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവന് ഫുൾ ടൈം പുറത്തൂടെ ഇങ്ങനെ ഇറങ്ങി നടക്കണം, അല്ലെങ്കിൽ അവന് ശരിയാവത്തില്ല. ഈ ചൂടത്ത് പുറത്ത് നല്ല വെയിലാണ്. അപ്പോൾ ഒരു രീതിയിൽ നമുക്ക് അവനെ കൊണ്ട് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. പക്ഷെ എന്ത് ചെയ്യാനാ, കുഞ്ഞിന് ഇതുവല്ലോ അറിയാവോ. പൊതുവേ സച്ചു ഉള്ള ദിവസങ്ങളിൽ സച്ചു റെസ്റ്റ് എടുക്കുന്നതിനേക്കാളും കൂടുതൽ വീട്ടിലെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഇന്നാണെങ്കിൽ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ബെഡ്ഷീറ്റ് മാറ്റുകയും പിന്നെ മൊത്തത്തിൽ വാക്യൂം ചെയ്യുകയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച ഒരു ദിവസമാണ്. ഇതിനിടയ്ക്ക് ഞാൻ കുഞ്ഞിനെ ഒന്ന് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയപ്പോഴത്തേക്കിനുമാണ് അവനും ഒന്ന് ഓക്കെ ആയത്. ചൂടല്ലേ, കുഞ്ഞിന് ഇറിറ്റേഷൻ കാണുമായിരിക്കും. അപ്പോഴേക്കും ആളുടെ മൂഡ് ഓക്കെ ആയപ്പോഴത്തേക്കിനും ഞാൻ ഇതുപോലെ നിലത്തൊട്ടങ്ങ് കിടത്തി ടോയ്സൊക്കെ വെച്ചുകൊണ്ട്. അതാകുമ്പോൾ കുഞ്ഞിന് കുറച്ച് നേരം ടമ്മി ടൈമും ഉണ്ടാകുമല്ലോ. പക്ഷെ അത് അധികം നേരം നിന്നില്ല, കരയാൻ തുടങ്ങി. സച്ചു പിന്നെ എടുത്തു. കാരണം ചൂട് കാരണം കുഞ്ഞിന് ഡ്രസ്സൊന്നും ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ ആ ഡ്രസ്സെല്ലാം ഊരി എന്നിട്ട് നമ്മൾ എല്ലാവരും കൂടെ താഴത്തെ ഫ്ലോറിലോട്ട് വന്നു. കാരണം മേളിൽ നല്ല ചൂടായതുകൊണ്ട്. ഇപ്പൊ ഹാരൂട്ടിന് പുതിയ പുതിയ സ്കില്ലൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം നല്ല രീതിയിൽ ആക്ട് ചെയ്യും. ഡ്രാമ ക്വീൻ ഞാൻ കേട്ടിട്ടുണ്ട്, ഡ്രാമ കിങ് ഇത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്താ മരുന്ന് കൊടുക്കാൻ വേണ്ടിയുള്ള, അതായത് കുഞ്ഞിന് വൈറ്റമിൻ ഡി ഉണ്ട്. അപ്പോൾ ആ വൈറ്റമിൻ ഡി കൊടുക്കാൻ വേണ്ടിയുള്ള ബഹളമായിരുന്നു കുറച്ച് മുന്നേ കണ്ടത്. അതിനുശേഷം ഒന്നും അവൻ ബഹളം ഇപ്പോൾ ഒന്ന് ഉറങ്ങിയിട്ടേ ഉള്ളൂ. ആ സമയം കൊണ്ട് എനിക്ക് ഡിന്നറിന് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കണം. അപ്പോൾ ഞാൻ ഇന്ന് ഓർക്കുന്നത് ഒരു ചെറിയ സ്പെഷ്യലാണ്. നമുക്ക് മീൻ പൊള്ളിക്കാമെന്ന് വിചാരിച്ചു. മീൻ പൊള്ളിക്കുന്നതും റൈസും. അപ്പോൾ ഞാനതിവിടെ കാണിക്കാം.
കാണിച്ചായിരുന്നല്ലോ നമ്മൾ താഴെ എല്ലാവരും നമ്മൾ മൂന്നുപേരുടെ ഇരിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടാണ്. ഇപ്പോൾ UK ഇപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ അൺസഹിക്കബിളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൂന്നുപേരുടെ ഈ ടൈമിലൊക്കെ താഴോട്ട് വന്നിട്ട് അത് ഒരു ബെഡ് പോലെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. അല്ലാതെ മേളിലോട്ട് ഒട്ടും പറ്റത്തില്ല. അത്രയും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമുക്ക് ഒട്ടും കിടക്കാൻ പറ്റാത്ത ചൂടാണ്. അത് നമുക്ക് കുറച്ച് പോംഫ്രിറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് മീൻ പൊള്ളിക്കാൻ പോകുന്നത്. പിന്നെ ഇപ്പം നമുക്ക് റൈസ് വെള്ളത്തിലിടാം. കുറച്ച് നേരം കുതിർക്കാൻ വേണ്ടി അത് അവിടെ കിടക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മീൻ സെറ്റ് ചെയ്യാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. മീൻ പൊള്ളിക്കാൻ വേണ്ടിയുള്ള മീനാണിത്. പോംഫ്രിറ്റാണ് നമുക്ക് കിട്ടിയത്. ഇത് പൊള്ളിക്കുന്നത് വെച്ചാൽ നോർമലി തന്നെയാണ്. ആദ്യം ഞാൻ നമ്മൾ മീൻ സാധാ എങ്ങനെയാണോ വറക്കുന്നത് അതേ മസാലക്കൂട്ട് വെച്ചിട്ട് ഞാൻ ആദ്യം ഇതുപോലെ തേച്ച് വെച്ചതിന് ശേഷം ഷാലോ ഫ്രൈ ചെയ്യും. മീൻ അവിടെ അങ്ങനെ ഇരിക്കട്ടെ. നമുക്കിനി റൈസിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നോക്കാം. നെയ്ച്ചോറ് എന്ന് പറയുമ്പം ഞാൻ പൊതുവെ ഉണ്ടാക്കുന്നത് ചേരുവകളെല്ലാം ചേർത്തതിന് ശേഷം ഞാൻ കുറച്ച് നേരം ഒരു 3 തൊട്ട് 4 മിനിറ്റ് വരെയും ഇതുപോലെ നെയ്ക്കകത്തോ അല്ല ബട്ടറിനകത്തോ ഇട്ട് ഞാനിങ്ങനെ സോട്ട് ചെയ്യും. അതിന് ശേഷമാണ് ഞാൻ വെള്ളം ഒഴിച്ച് വേവാൻ വെക്കുന്നത്. ഈ സമയമൊക്കെ ആയപ്പോഴേക്കും ഏറെക്കുറെ എൻ്റെ പരിപാടികൾ തീരാറായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത്, തലേദിവസം നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെ ഞാൻ തിരിച്ച് എടുത്ത് വെച്ചില്ല. അപ്പം അതും കൂടെ എടുത്ത് വെച്ചേക്കാന്ന് ഓർത്തു. അത് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കിനുമാണ് ഈ ഒരു ചിരി. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് കിക്കാറ്റ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹിച്ചിരിക്കുവായിരുന്നു. അപ്പോൾ ഞാനത് പറഞ്ഞേയില്ല, പക്ഷെ ആളത് എനിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തപ്പോൾ ഞാനങ്ങ് ചിരിച്ചു പോയതാ. ഓക്കെ, നമ്മളുടെ അരി അവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. ആ സമയം കൊണ്ട് അതവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത മീനിന് വേണ്ടിയുള്ള പരിപാടി നോക്കാം. മീൻ ഞാൻ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചു. ഇനിയും എനിക്ക് തേങ്ങ അരക്കണം, തേങ്ങാപ്പാൽ എടുക്കണം. പിന്നെ അതിന് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടി ചെയ്യാം. ഇത് ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച മീനിലോട്ട് ഞാൻ ഇത് മസാല മുഴുവനും പുരട്ടി അത് ഫുൾ കവർ ചെയ്ത് വെച്ചേക്കുന്നതാണ് കണ്ടത്. അതിനുശേഷം മീൻ ഞാൻ വീണ്ടും ഫോയിൽ പേപ്പർ വെച്ച് മൊത്തത്തിൽ കവർ ചെയ്തതിന് ശേഷം ഓൾ ടോട്ടൽ 12 മിനിറ്റ്സ്, ഒരു സൈഡ് 6 മിനിറ്റ്സ് വെച്ചിട്ട് 12 മിനിറ്റ്സ് ഞാൻ വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ചു. ഇവിടെ നാട്ടിലെ പോലെ മറ്റേ വാഴയില കിട്ടാത്തത് കൊണ്ട് ഞാൻ ഫോയിൽ പേപ്പറിലാണ് യൂസ് ചെയ്യുന്നത്. മീൻ അങ്ങനെ ആയതിനു ശേഷം ഞാൻ പിന്നെ അടുക്കള പെട്ടെന്ന് ക്ലീൻ ആക്കാന്ന് വിചാരിച്ചു. നേരത്തെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിപാടി ചെയ്ത് എന്തെങ്കിലും കറി വെച്ചുകൊണ്ടിരിക്കുമ്പം ഇടയ്ക്ക് ക്ലീൻ ആക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കി വിടുമായിരുന്നു. ഞാൻ പിന്നത്തേക്കിന് വെക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ കുഞ്ഞു വന്നതിന് ശേഷം ഞാൻ അത് എല്ലാം ചെയ്തതിന് ശേഷം ലാസ്റ്റ് ആണ് ക്ലീൻ ആക്കുന്നത്. കാരണം ഇതിനിടയ്ക്ക് അവൻ എണ്ണിക്കും, അവന്റെ പുറകെ പോകണം. അപ്പൊ എല്ലാം കൂടെ ഒരുമിച്ച് നടക്കാത്തത് കൊണ്ട് ഞാൻ എല്ലാം ചെയ്ത് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റത്തേക്കിനാണ് ഇപ്പൊ അടുക്കളയൊക്കെ ക്ലീൻ ആക്കുന്നത്. ഇതിപ്പോ കുക്കറി ഷോ ആയി മാറിയോ? എന്തെങ്കിലും ആട്ടെ. അതിനുശേഷം മൊത്തത്തിൽ ടയർഡായിരുന്നു. ഞാൻ പോയി പെട്ടെന്ന് കുഞ്ഞ് ഉറങ്ങുമായിരുന്നു. ആ സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് പോയിട്ട് കുളിക്കുകയും കൂടെ ചെയ്തു. ഞാൻ വന്നപ്പോഴേക്കും ആശാൻ എണ്ണീറ്റ് കിടപ്പുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഹായ്, ഞാനൊന്ന് ഫ്രഷൊക്കെ ആയി. ഫ്രഷായി കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് ഒരു കൊറിയർ വന്നു. ഞാൻ ടെമൂന്ന് കുറച്ച് പ്രൊഡക്ട്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ന് ഡെലിവേർഡ് ആയി. ഇവിടെ നമുക്കൊരു പോസ് അടിക്കാം. ഈ ടെമൂന്നൊക്കെ ചുമ്മാ പറഞ്ഞു പോയാൽ ശരിയാകുമോ? അതെന്താണെന്നറിയാം. അതൊരു ഓൺലൈൻ സൈറ്റ് ആണ്. അവിടുന്ന് വളരെ ചീപ്പായിട്ട് നമുക്ക് സാധനങ്ങൾ കിട്ടും. ഇനി കണ്ടിന്യൂ. അപ്പോൾ ഞാനിത് ഒന്ന് പൊട്ടിച്ചപ്പോഴത്തേക്കാണ് ഞാൻ ഓർത്തത് ഓക്കെ ഇത് നിങ്ങളെ കൂടെ കാണിക്കാം.
ഇത് സത്യം പറഞ്ഞാൽ പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ല. ഇത് ഞാൻ എൻ്റെ സ്വന്തം പൈസ മുടക്കി ഞാൻ മേടിച്ച സാധനങ്ങളാണ്. പിന്നെ ഞാൻ എന്തിനാ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്കും പല വീഡിയോസും കാണുമ്പോഴാണെങ്കിലും എനിക്ക് ഐഡിയ കിട്ടുന്നു. ഓക്കെ, അത് നല്ലതായിരിക്കുമല്ലോ, ഇത് നല്ലതായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ഞാൻ കുറേ കാര്യങ്ങൾ നോക്കി മേടിക്കാൻ ട്രൈ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ചില കാര്യങ്ങൾ. അപ്പം അതേപോലെ തന്നെ ഇത് കാണുമ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ മേടിക്കട്ടെ എന്നോർത്തു. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ആ കുക്കിംഗ് കഴിഞ്ഞപ്പോഴത്തേക്കിനും സച്ചു പറഞ്ഞു എന്നാൽ കുറച്ച് സാധനങ്ങൾ നമുക്ക് മേടിക്കാനുണ്ട് പുറത്തുനിന്ന്. അപ്പോൾ ഇന്ന് കുഞ്ഞിന് ചെറിയ ചുമയുള്ളതുകൊണ്ട് ഞങ്ങൾ പുറത്തോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സച്ചു പെട്ടെന്ന് പോയി മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ഓർത്തെന്നാൽ പിന്നെ ഇതും കൂടെ അങ്ങ് എടുത്തേക്കാം എന്ന് വിചാരിച്ചു. അപ്പം ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണാം. ഞാൻ പൊട്ടിച്ചു, സാധനം പുറത്തെടുത്തില്ല, നമുക്ക് നോക്കാം. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ത് സംബന്ധിച്ച് കഴിഞ്ഞാൽ ഇത് കുഞ്ഞിന് വേണ്ടി ഞാൻ മേടിച്ചതാണ്. അവനിപ്പം മുട്ടയിലൊക്കെ വലിഞ്ഞ് തുടങ്ങാനുള്ള പ്രായമായില്ലേ, അപ്പോൾ തലയൊന്നും ഇടിക്കണ്ടെന്ന് ഓർത്തിട്ട് ഇത് ഒരു പ്രൊട്ടക്റ്റിംഗ് ഹാറ്റാണ്. ഇതിങ്ങനെ തലയിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇരിക്കുമോയെന്ന് ആർക്കറിയാം, നോക്കാം. അപ്പം അതൊരു സാധനം. ഓക്കെ, ഇത് ഒരു പ്ലാസ്റ്റിക് ഈ മിസ്റ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മേടിച്ച ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. വലിയ റേറ്റ് ഒന്നും ഇല്ല. അപ്പോൾ ഇതൊരു സെറ്റായിട്ടാണ് കിട്ടുന്നത്. ഒരു സെറ്റിനകത്ത് 4 എണ്ണം. കവറിനകത്ത് കവർ. ഇതാണ് സാധനം. അടുത്ത് നോക്കാം. ബെസ്റ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ കാര്യം ഞാൻ വേണമെങ്കിൽ പറയാം. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ കണ്ടിട്ട് ഞാൻ മേടിച്ചൊരു സാധനമാണ്. കാരണം കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഈ ടമ്മി ടൈം ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ കളിക്കുന്ന ടോയ്സ് ഉണ്ടെങ്കിൽ കുറേ ടൈമിൽ കിടക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ റീൽസ് കണ്ടിട്ട് ഞാൻ മേടിച്ചതാണ്. അതിനകത്തൊക്കെ വലിപ്പം തോന്നി. പക്ഷെ ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇച്ചിരിയേ ഉള്ളൂ. കാണാമോ? ഞാൻ പക്ഷെ ഇത്രയല്ല സൈസ് പ്രതീക്ഷിച്ചിരുന്നത്. ഇച്ചിരിയും കൂടെ വലിയ സൈസ് പ്രതീക്ഷിച്ചു. ഇങ്ങോട്ട് നോക്ക്, നിനക്ക് വേണ്ടി മേടിച്ചതാ. അപ്പൊ മൈൻഡ് ചെയ്യുന്നില്ല. മോനെ, ഇത് നിനക്ക് വേണ്ടി വാങ്ങിച്ചതാ. വേണ്ടാന്ന്. എന്തായാലും നമുക്കിതൊക്കെ ഒന്ന് തുടച്ചിട്ട് കൊടുക്കാം. അടുത്ത നോക്കാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അവന് മുട്ട വലിഞ്ഞ് സ്റ്റാർട്ട് ആയില്ല. അപ്പോൾ ആ സമയത്ത് മുട്ട വേദനിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ചുമ്മാതല്ല ഞാൻ മുട്ട വേദനിക്കാതിരിക്കാൻ വേണ്ടി മുട്ടിൽ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് സോക്സ് ആയത്. ഇതിന് ഇവിടെ ഒരു ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഒരു സെറ്റ്. ഇത് എത്ര പെയറായിട്ടാ? 1 2 3 4 സെറ്റ് പെയർ ഓഫ് സോക്സസ് കിട്ടും നമുക്ക് ഇതിനകത്ത്. അറിയത്തില്ല, ഇട്ട് നോക്കാം. ഇപ്പോഴല്ല, ഇച്ചിരിയുടെ ആകുമ്പോഴത്തേക്കിനും. ജസ്റ്റ് ഞാൻ മേടിച്ചു, കണ്ടപ്പോൾ ഇഷ്ടം തോന്നി അങ്ങനെ ഞാൻ മേടിച്ചു എന്നേ ഉള്ളൂ. അതൊരു സാധനം. പിന്നെ അടുത്തത് എന്തായിരുന്നു? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കുളിപ്പിക്കുമ്പോഴൊക്കെ എന്താ പറയുന്നത്, ചെവിക്കകത്ത് വെള്ളം കയറുമെന്ന് എനിക്കൊരു ടെൻഷനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി എന്തെങ്കിലും കവർ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും പ്രൊട്ടക്ഷൻ വേണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞും വിചാരിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി മേടിച്ചതാണ്. നമുക്ക് നോക്കാം എന്താ സംഭവം. കിട്ടുന്നില്ല വാവേ. ഇത് നമ്മൾ ചെവിയിൽ ഇങ്ങനെ ഒട്ടിക്കും. ഇതിപ്പം കുളിക്കുമ്പോൾ മാത്രമല്ല കേട്ടോ, ഉറങ്ങാൻ നേരത്തും. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഉറങ്ങുന്ന സമയത്താണ് എനിക്ക് ടെൻഷൻ മൊത്തം. ഞാൻ ചില സമയത്ത് ഇങ്ങനെ എണ്ണിക്കും, എന്തെങ്കിലും പ്രാണി കയറുമോ അങ്ങനത്തെ ഒക്കെ ടെൻഷൻ എനിക്കുണ്ട്. ഞാനിങ്ങനെ ചിന്തിക്കും, ഓവറായിട്ട് ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കാം. അപ്പം അതുകൊണ്ട് മേടിക്കണം വിചാരിച്ച് മേടിച്ചൊരു പ്രൊഡക്റ്റാണ്. നോക്കാം ഇത് എത്രത്തോളം യൂസ്ഫുൾ ആവുന്നു. അതാ വരുന്നു. എന്താ സംഭവം? ജാങ്കോ ഞാൻ പെട്ട്.
ഇതിങ്ങനൊന്നും അല്ലടാ, നമുക്കിത് പോവണ്ടേ. ആ ഇത് റീയൂസ് ചെയ്യാൻ പറ്റില്ല. ഇതിങ്ങനെ ചെവിയിൽ ഇങ്ങനെ ഒട്ടിച്ചു വെക്കും. ഇപ്പം സമ്മതിക്കുന്നില്ല, ട്രാൻസ്പെറൻ്റ് ആണ്. ഇതിലൊരു ചെറിയതുണ്ട്, ആ ചെവിയിലോട്ട് വെക്കാൻ വേണ്ടിയുള്ള സംഭവം. സിമ്പിളാടാ, സിമ്പിൾ. എനിക്ക് മനസ്സിലായില്ല സംഭവം. ഇങ്ങനെ അങ്ങ് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അവരും കൂടി സഹായിക്കണം. പിന്നെ വരാം ഞാൻ. അപ്പോൾ ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് ഞാൻ വാങ്ങിച്ചത്. ഇത്രയും ഞാൻ പ്രോഡക്റ്റ് കുഞ്ഞിന് വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കിനും കാണുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ ഞാനിങ്ങനെ സേവ് ചെയ്ത് വെക്കും. ഓക്കെ, എപ്പോഴെങ്കിലും മേടിക്കാം എന്നാണ്. അപ്പോൾ അതെങ്ങനെ സേവ് ചെയ്യാൻ പറ്റുന്നത്? ഇതുപോലെ ഓരോ വീഡിയോസ് കാണുമ്പോഴത്തേക്കിനും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും ഓർത്തത്, ഓക്കെ ഞാൻ കുഞ്ഞിന് വേണ്ടിയാണ് മേടിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും അമ്മമാർ കാണുവാണെങ്കിൽ ഓക്കെ ഇത് ആവശ്യമാണല്ലോ എന്ന് ചിന്തിച്ച് മേടിക്കാൻ പറ്റുവാണെങ്കിൽ മേടിക്കട്ടെ എന്ന് ഓർത്തു, അത്രമാത്രം. അപ്പോൾ ഇവൻ കരയുന്നു. അപ്പോൾ ഞാൻ ഇച്ചിരി ഫീഡ് ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് സച്ച് വന്നിട്ട് ഫുഡ് കഴിക്കണം. ഞാൻ നല്ലൊരു സാധാരണ നെയ്ച്ചോറും ചിക്കനോ അല്ലെങ്കിൽ നെയ്ച്ചോറും ബീഫോ അങ്ങനെ അല്ലെങ്കിൽ പോർക്കൊക്കെ ഉണ്ടാക്കുന്നത്. ഇന്നിപ്പം സച്ചോറിന് വെറൈറ്റി ആയിട്ട് നമുക്ക് മീൻ പിടിക്കാമെന്ന്. മീൻ പിടിക്കാന്നല്ല, മീൻ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് മീൻ പൊള്ളിച്ചതും നെയ്ച്ചോറുമാണ്. അത് ഞാൻ ഓൾറെഡി എൻ്റെ ഏതോ ഒരു ഷോർട്സിൽ ഞാൻ ആ മീൻ പൊള്ളിച്ചതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്, ആദ്യത്തെ. അപ്പോൾ അത് തന്നെയാണ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംഭവം. പിന്നെ ഞാൻ ചെയ്തതിൽ ഫ്ലോപ്പ് ആവാത്തൊരു സംഭവം കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതും ആണ് ഇന്നത്തെ ഡിന്നർ. ഇന്ന് ഇച്ചിരി ഹെവിയാണ് ഡിന്നർ, അതുകൊണ്ട് ഇന്ന് ഇച്ചിരി നേരത്തെ കഴിക്കണം. ഒരു 7-7:30 ആകുമ്പോഴത്തേക്കിന് കഴിക്കണം. സച്ച് വന്ന ഉടനെ നമ്മൾ ഡിന്നർ കഴിക്കാം. ഇതൊക്കെ ഇങ്ങനെ കാണിക്കാനേ പറ്റുള്ളൂ. കാരണം സച്ച് വന്നപ്പോഴേക്കും എനിക്ക് നല്ലപോലെ വിശന്നായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കഴിക്കാനുള്ള ഒരു ഇതിലേക്ക് അങ്ങ് മാറി. പിന്നെ കുഞ്ഞ് ബഹളം വെക്കുന്നതിന് മുന്നേ കഴിച്ച് തീർക്കുകയും വേണം. അതാണ് നമ്മുടെ മെയിൻ ടാസ്ക്. അങ്ങനെ കഴിപ്പൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇതുപോലെ ഈ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും സച്ചുവിനും ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര റിലാക്സ്ഡ് ആവുന്ന പോലെ ഫീൽ ചെയ്യും. ഒരു ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. അതുവരെ ബൈ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ശരി, ഗുഡ് നൈറ്റ് വരവാവേ. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. ഈ വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും തരുന്ന നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിന് ഒരുപാട് താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോയിലൂടെ വേഗം കാണാം. അതുവരേക്കും ഞങ്ങളുടെ 3 പേരുടെയും താങ്ക് യു, ബൈ ആൻഡ് ഗുഡ് നൈറ്റ് ടു എവ്രി വൺ.